ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് ഡോമിനോ സ്റ്റൈൽ സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് ആണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് എന്ന് പറയുന്നത് ഡോമിനോസിലെ പിസ്സ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെയാണ് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. അത് മാത്രമല്ല, ഈ ഗാർലിക് ബ്രെഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ OTG ഒന്നും ഇല്ല എന്നൊന്നും കരുതി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഈ ഗാർലിക് ബ്രെഡ് നല്ല ടേസ്റ്റി ആയിട്ട് ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും സാധാ ഒരു സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് 3/4 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈ ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡ്രൈ ഈസ്റ്റ് 3/4 ടീസ്പൂണും 1 ടീസ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുവെള്ളം, അതായത് ചൂട് കൂടാൻ പാടില്ല, അതുകൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് പൊങ്ങാൻ വെക്കുക. എന്നിട്ട് മൈദയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇൻസ്റ്റന്റ് ഈസ്റ്റ് 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ 1/2 ടീസ്പൂൺ ആണ്. ഒറിഗാനോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുന്നതാണ്. അതൊരു ഹെർബാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു 10-12 വെളുത്തുള്ളി എടുത്ത് നല്ലതുപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ ഉണക്കേണ്ടി വരുമായിരിക്കും. നല്ല വെയിലുണ്ടെങ്കിൽ 1 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഗാർലിക് പൗഡർ ഇതിൽ നിർബന്ധമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൂടി ചേർത്താലാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഗാർലിക് ബ്രെഡ് എന്നാണല്ലോ ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം 1/3 കപ്പും കൂടാതെ 4 ടേബിൾ സ്പൂണും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾ പാകത്തിന് ചേർത്ത് കൊടുത്ത് ഒരു ചപ്പാത്തിയുടെ പരുവത്തിലൊക്കെ കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം 1/3 കപ്പ് പ്ലസ് 4 ടേബിൾ സ്പൂൺ അത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ചെറിയതായിട്ടൊന്ന് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. ആ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി കുഴയ്ക്കുക. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വേണമെങ്കിലും കുഴയ്ക്കാം. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇവിടെ നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം 10 മിനിറ്റോളം കുഴയ്ക്കണം കേട്ടോ. നല്ലപോലെ കുഴയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുക, അല്ലെങ്കിൽ ക്ലിൻ ഫിലിം വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതൊരു 3 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വെക്കുക. മിനിമം 2 മണിക്കൂർ, മാക്സിമം 3 മണിക്കൂർ അത്രയെങ്കിലും പൊങ്ങാൻ വെക്കുക. ഇങ്ങനെ പൊങ്ങി വന്നിട്ടുള്ള ഈ മാവ് നമുക്ക് ഇപ്പൊ കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതിനി നമുക്കൊന്ന് കുറച്ച് പൊടി തൂകിയിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. മൈദ ആണ് ഞാൻ ഇവിടെ തൂക്കി കൊടുത്തിരിക്കുന്നത്. ഇതിലിനി വട്ടത്തിൽ 1/4 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. നല്ലപോലെ കനം കുറഞ്ഞ് പരത്താൻ പാടില്ല. 1/4 ഇഞ്ച് കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇപ്പൊ ദേ കണ്ടില്ലേ, ഇതേപോലെ ഒരു വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഫില്ലിംഗ് ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു 10 വെളുത്തുള്ളി എടുത്ത് തൊലി കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2-3 തണ്ട് മല്ലിയിലയും കൂടി ചേർത്ത് നല്ലതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. ഇതിനി നമുക്ക് ഈ ബട്ടറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പരത്തി വെച്ചിരിക്കുന്ന ആ ബ്രെഡിന്റെ മുകളിലോട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ 1 ഇഞ്ച് നീക്കിയിട്ട് വേണം തേച്ച് പിടിപ്പിക്കാനായിട്ട്. അറ്റം വരെയും തേച്ച് പിടിപ്പിക്കാൻ പാടില്ല. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ ഈ ബട്ടറൊക്കെ തൂത്ത് പുരട്ടിയ ഭാഗത്തായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒറിഗാനോയുടെ സീസണിങ് ആണ് ഞാൻ ഇത്തവണ പോയപ്പം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒറിഗാനോ ലീവ്സ് എൻ്റെ കയ്യിലുള്ളത് സ്റ്റോക്ക് തീർന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സീസണിങ് ആണ് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് നോക്കണ്ട, നിങ്ങൾക്ക് ഡ്രൈഡ് ഒറിഗാനോ തന്നെ ചേർത്താൽ മതി.
ഇനി ഇതിന്റെ മുകളിലോട്ട് അല്പം ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുവാണ്. ഈ സമയത്ത് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എരിവ് കൂടിയെന്നിരിക്കും. അപ്പോൾ അത്ര എരിവ് വേണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന്റെ നേർപകുതി ഭാഗത്തായിട്ട് ഇവിടെ സ്വീറ്റ് കോൺ ആണ്, ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം പകുതി ഭാഗത്തായിട്ട് മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി, ബാക്കി പകുതി കൊണ്ട് കവർ ചെയ്യാനുള്ളതാണ്. ഇനി കോണ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിന്റെ മുകളിലോട്ട് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. പെരി പെരി മസാലയാണ് ഇത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയിരിക്കുന്ന മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ പെരി പെരി മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ടാവും. അങ്ങനെ ആ മസാലയാണ് ഇതിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പെരി പെരി മസാല ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അത് നിങ്ങൾ മേടിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നവർ ചേർത്ത് കൊടുക്കുക, ഇതൊരു ഓപ്ഷണലാണ്. അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിന്റെ മുകളിലോട്ട് മൊസറല്ല ചീസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നമ്മൾ കൊടുക്കുവാണ്. മൊസറല്ല ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ പിസ്സയിലാണെങ്കിലും ശരി, ഇതിനകത്തൊക്കെ ആണെങ്കിലും ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും വെളുത്തുള്ളിയും മല്ലിയിലയും കൂടിയുള്ള മിക്സ് ഇല്ലേ, അത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്യുക. ഒറിഗാനോയുടെ കൂടെ ഈ പെരി പെരി മസാലയും കൂടി കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പെരി പെരി മസാലയും ഒറിഗാനോയും കൂടെയൊക്കെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഗാർലിക് ബ്രെഡ് ബേക്കായി വന്നതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും. പെരി പെരി മസാല നിങ്ങൾ പറ്റുന്നവരൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഒറിഗാനോ ഇതിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ ആ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അങ്ങനെ എല്ലാം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്കൊരു 1.5 ഇഞ്ച് അകത്തി നീളത്തിൽ ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് വരയിടണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരയിടുന്ന സമയത്ത് ഡീപ്പായിട്ട് ഉള്ളിലോട്ട് വരെ വരയിടേണ്ട ആവശ്യമില്ല. പുറമേ മടക്കിയ ആ ഭാഗത്തുള്ള ബ്രെഡില്ലേ, അവിടെ മാത്രം ഒന്ന് വരയിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലോട്ട് എടുത്ത് വെക്കാം. അത് അലൂമിനിയം ട്രേ ആയാലും കുഴപ്പമില്ല, ഇതേപോലെ ഗ്ലാസിന്റെ ട്രേ ആയാലും കുഴപ്പമില്ല. ബട്ടർ തടവിയതിന് ശേഷം വേണം ഇത് എടുത്ത് വെക്കാനായിട്ട്. ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് 10-15 മിനിറ്റോളം നിങ്ങൾ ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്ന OTGയിലോ മൈക്രോവേവിലോ ഒന്നുമല്ല ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മളെ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആ ബ്രെഡിന്റെ ട്രേ ഇറങ്ങിയിരിക്കുന്ന രീതിയിലുള്ള വലിപ്പത്തിലുള്ള ഒരു പാനാണ് എടുക്കേണ്ടത്. അത് അലൂമിനിയത്തിന്റെയോ നോൺ സ്റ്റിക്കിന്റെയോ ഏതാണെന്നും കുഴപ്പമില്ല. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ 2 റിങ് ഇറക്കി വെച്ചപ്പോഴാണ് എനിക്ക് ഈ ട്രേ കറക്റ്റായിട്ട് ഇതിനകത്ത് വെക്കാൻ പറ്റിയത്. 10 മിനിറ്റിന് ശേഷം ഈ ബ്രെഡ് വെച്ചിരിക്കുന്ന ട്രേ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണ്. അങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് ആ ഗ്ലാസ് ലിഡ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഗ്ലാസ് ലിഡ് വെച്ച് കവർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിലൊരു ചെറിയ ഹോളുണ്ട്. ആ ഹോള് പ്രത്യേകം നമ്മൾ കവർ ചെയ്യണം. അതൊരു മാവ് വെച്ചിട്ട് സീൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്യുകയോ ചെയ്യണം. ഒട്ടും ആവിയൊന്നും പുറത്തു പോകാതെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കണം ഈ പാത്രം. അപ്പോൾ ഇതിനി ചെറിയ തീയിലിട്ടിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ഇതിന്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ തുണി വെച്ചിട്ടാണ് ഇതൊന്ന് കവർ ചെയ്തത്, ആ ഹോള്. ഇവിടെ ഇപ്പം 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം മുകൾ വശം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ചെറുതായിട്ടൊന്ന് ഹാർഡായി വരും. അപ്പോൾ OTGയിലൊക്കെ വെച്ച് ബേക്ക് ചെയ്യുവാണെങ്കിൽ മുകളിലത്തെ വശം നല്ലപോലെ ബ്രൗൺ ആയിട്ടൊക്കെ വരും. മുകളിലത്തെയും താഴത്തെയും കോയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ OTGയിൽ വെക്കുന്നത്. OTGയിൽ വെക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 160 ഡിഗ്രിയിലൊക്കെ ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയും ബേക്ക് ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തരുടെ അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിപ്പോൾ OTGയിലൊന്നും അല്ലാഞ്ഞിട്ട് പോലും നല്ലപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്.
ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു OTG ചെയ്താൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ OTG ഒന്നും ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നല്ല ഈസി ആയിട്ട് ഈ ഗാർലിക് ബ്രെഡ് നമുക്ക് OTG ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഞാൻ പിറ്റേ ദിവസം OTG വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിലും നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡോമിനോ സ്റ്റൈല് സ്റ്റഫ്ഡ് ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള ഒരു ടൈമാണ്. അമ്മമാർക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ റെസിപ്പീസൊക്കെ പോലെ തന്നെ OTG ഒന്നും ഇല്ലാത്തവർക്ക് അടുപ്പിൽ വെച്ച് ബേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളുടെ റെസിപ്പീസ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും. അതുകൂടി കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ OTG ഒന്നും ഇല്ലയെന്ന് കരുതിയിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വീഡിയോസൊക്കെ കണ്ടുപോകുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പലരും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ഗുഡ് ബൈ.